ബിജെപിയുടെ വെല്ലുവിളി എങ്ങനെ കാണുന്നു? ബിജെപി ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരൊക്കെയായിരിക്കും, എവിടേക്കാണ് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമായിരിക്കുന്നു. ഒരുപക്ഷേ പ്രചാരണത്തിലേക്ക് നേരത്തെ കടക്കും. ബിജെപി ഒരു വെല്ലുവിളിയാണല്ലോ തിരുവനന്തപുരം പോലുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച്. ഇല്ലില്ല, ഞങ്ങളൊരു ശക്തമായ വെല്ലുവിളിയായിട്ട് കാണുന്നില്ല. UDFന്റെ ജയസാധ്യതയ്ക്ക് ഒരു തടസ്സവും വരില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ അതിനൊരു ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമാണല്ലോ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടിയത്. തിരുവനന്തപുരത്ത് എന്താ സംഭവം? തിരുവനന്തപുരത്ത് എന്താ സ്ഥിതി? തിരുവനന്തപുരത്ത് BJPയെ സഹായിച്ചത് സത്യത്തിൽ ഫലത്തിൽ വാർഡ് വിഭജനമാണ്. UDF ജയിച്ച സ്ഥലങ്ങളിൽ, അത് മാധ്യമങ്ങൾ ഒന്നും കൂടി പഠിച്ച് റിപ്പോർട്ട് ചെയ്യണം. UDF ജയിച്ച വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം 18,000. BJPയും CPMും ജയിച്ച വാർഡുകളിലെ വോട്ടർമാർ 4,000ആണ്. അത്തരത്തിൽ അശാസ്ത്രീയമായിട്ടാണ് വാർഡുകൾ വെട്ടിമുറിച്ച് വികൃതമാക്കി ഞങ്ങളുടെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടി LDFന്റെ നേതൃത്വത്തിൽ, നേരത്തെ പറഞ്ഞ മന്ത്രിയുടെ നേതൃത്വത്തിൽ വാർഡുകൾ വെട്ടിമുറിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് 10 ഉണ്ടായിരുന്ന 20 ആക്കാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ. കൊല്ലം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തടത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു. 1 ഉണ്ടായിരുന്നത് ഞങ്ങൾ 4 ആയി. അവരുടെ 5 1 മാറി. അങ്ങീ പറഞ്ഞ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ നിയമസഭയിലും ബാധിക്കില്ലേ? നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർവിഭജനവും ന്യായയുക്തമായിട്ടല്ല നടന്നത്. ഞാനന്ന് കണ്ണൂർ DCC പ്രസിഡന്റാണ്. ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എൻ്റെ കേസ് കേരള ഹൈക്കോടതിയിൽ റിപ്പോർട്ടഡ് കേസുണ്ട്, സണ്ണി ജോസഫ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ. കാരണം എന്താണ്, അത് അശാസ്ത്രീയമായിട്ട് അന്നും നടന്നത്. അന്നും LDFനെ സഹായിക്കുന്ന രൂപത്തിലാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ CPMന് ഉണ്ടായിട്ടുണ്ട്. അത് അവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വികൃതമായിട്ടാണ്, അശാസ്ത്രീയം മാത്രമല്ല വികൃതമായിട്ടാണ്, മാനദണ്ഡങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ്. കാരണം ഒറ്റ എക്സാമ്പിൾ കൂടി ഞാൻ പറയുകയാണ്, റിപ്പോർട്ടർ ചാനലിലെ പ്രേക്ഷകരുടെ മുമ്പ് ഞാൻ പറയുകയാണ്. എന്താണ്, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ആർളം പഞ്ചായത്ത്. അവിടെ ആർളം ഫാം ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന കോട്ടപ്പാറ വാർഡിൽ 591 വോട്ടർമാർക്കാണ് ഒരു വാർഡ്. 591. തൊട്ടടുത്തുള്ള വാർഡിൽ, ചതുരൂർ വാർഡിൽ 1965 വോട്ടർമാർക്കാണ് ഒരു വാർഡ്. അവിടെ UDF ജയിച്ചു. UDF ജയിച്ച വാർഡിൽ 1965 വോട്ടർമാർ. LDF 30 വോട്ടിന് ജയിച്ച വാർഡിൽ അവിടെ ടോട്ടൽ വോട്ടർമാരുടെ എണ്ണം 591. ദാറ്റ് മീൻസ് വാട്ട്?